Hi dears, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിന്റെ വീഡിയോ ആയിട്ടാണ്. ഇത് ഗീ കേക്ക് ആണ്. ചായക്കൊപ്പമൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇത്. അപ്പോൾ ഈ ഒരു കേക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ബെൽ ഐക്കണോട് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. ഓവൻ ഇല്ലാതെയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓവൻ ഇല്ലാത്ത റെസിപ്പി ഇതിനു മുമ്പ് കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും നനവില്ലാതെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ ഒന്ന് പുറത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. തണുപ്പോടെ തന്നെ ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പശു നെയ്യാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ അസീലിൻ്റെ നെയ്യൊക്കെ കിട്ടും. അതൊക്കെ ആയാലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് മെൽറ്റ് ആയതുപോലെ ഇരിക്കുന്നതല്ല, ഇതേപോലെയുള്ള നെയ്യ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം പോലെ ഇരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഇതെടുക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഓയിലും നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇതേപോലെ വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബട്ടറും പഞ്ചസാരയൊക്കെ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അതേപോലെ നന്നായിട്ട് കുറച്ച് നേരം മാത്രം അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും റൂം ടെമ്പറേച്ചറുള്ള പാലാണ്. ചൂട് പാലുമല്ല, തണുത്ത പാലുമല്ല. അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കറക്കിയെടുത്താൽ മതി. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കേക്കിലേക്ക് 3 മുട്ടയാണ് ചേർക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കേക്കിലേക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും തണുപ്പൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസോ അല്ലെങ്കിൽ വാനില പൗഡറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില പൗഡറാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു അരിപ്പയിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട്. എന്നിട്ട് വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വിസ്ക് വെച്ചിട്ട് തന്നെ. കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഒന്ന് അരിച്ച് ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ച് ചിലപ്പം കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം ഉണ്ടാകും. ഒരുപാട് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോട് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ഈ ഓവനിൽ കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കണമെന്ന് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, എന്നാലും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതൂടെ കാണിച്ചിട്ടുള്ളത്. 180 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ടിന്നിലാണ്. 6 ഇഞ്ചിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ
ഈ ഒരു ടിന്നിലാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തേക്കും. എന്നിട്ട് ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇതേ ഒരു പാകത്തിന് തന്നെ വേണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഓവൻ ഇപ്പോൾ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി കേക്ക് ടിന്ന് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോഴും ഓവൻ 180 ഡിഗ്രിയിൽ തന്നെയാണുള്ളത്. അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ടൈം സെറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു കേക്ക് 35 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. പിന്നെ OTGയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും കുറച്ച് സമയം മതിയെന്ന് തോന്നുന്നു OTGയിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ കേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കഴിയാറായിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഓവനിൽ നിന്ന് കേക്കിനി പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു സ്ക്യൂവർ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്യൂവർ നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്തിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തണുക്കാനായിട്ട് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചൊന്ന് ചൂട് പോയിട്ട് വേണം കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. കേക്ക് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. കത്തിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന രീതിയിലാണ് നല്ല സോഫ്റ്റ്. ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഓവനില്ലാത്തവർക്ക് ഓവനില്ലാതെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും നമുക്ക് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും. വൈകുന്നേരത്ത് ചായക്കൊപ്പമൊക്കെ കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്